അത് തുടങ്ങിയത് ഒരു മനുഷ്യർക്കിടയിൽ തിന്മ, വളഞ്ഞ വഴിയിൽ പണം ഉണ്ടാക്കുന്ന ഏർപ്പാടിനാണ് ഐനത്ത് എന്ന് പറയാം. പ്രത്യക്ഷത്തിൽ പലിശയല്ല, സൂക്ഷിച്ചു പോകുമ്പോൾ പലിശ ഉണ്ടാവും. പലിശക്ക് വാങ്ങാനൊരു മടിയാണ്, മനസ്സിലായില്ലേ? അതിൻ്റെ അടുത്തൊരു 10,000 റുപ്യ ഉണ്ട്, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് തരുമ്പോൾ നിങ്ങൾ 15,000 റുപ്യ തരണം. അങ്ങനെയാണ് ഞാൻ 15,000 റുപ്യ വായ്പ. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് 15,000 തന്നാൽ മതി, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് 15,000 തന്നാൽ മതി. അത് പലിശ എന്ന് എല്ലാവർക്കും അറിയാം. പകരം എന്ത് ചെയ്യാം, എൻ്റെ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കയ്യിൽ തന്നേക്ക്, എന്താണെങ്കിലും വേണ്ടില്ല, മഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതി, അത് ഞാൻ പണയായിട്ട് പാട്ടമായിട്ട് എൻ്റെ വീട്ടിൽ വെക്കാം, മനസ്സിലായില്ലേ? അത് നീ അവിടെ വെച്ചിട്ട് നീ എന്ത് ചെയ്യാം, 10,000 റുപ്യ നിനക്ക് ഞാൻ തരാം. പക്ഷേ എന്ത് ചെയ്യണം, ആ സാധനത്തിന് പകരം, മൂല്യമായി വെക്കുന്ന സാധനത്തിന് പകരം ഒരു ചെറിയ കൂലിയും കൂടി നീ എന്ത് ചെയ്യണം, കൂട്ടത്തിൽ തരണം. പറയണത് മനസ്സിലാവുണ്ടോ? പ്രത്യക്ഷത്തിൽ പലിശ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ പലിശ വാങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്തെങ്കിലും ഏർപ്പാട് നടത്താം. ചില കച്ചവടക്കാരുണ്ടാവും, ഒരു 10 ലക്ഷം റുപ്യ കിട്ടണം. അപ്പം എന്താ ചെയ്യുക, കച്ചവടത്തിൻ്റെ ഷെയർ എന്ന് പറയാൻ പറ്റൂല, എന്നാൽ ഷെയർ എന്ന് പറയാവുന്ന രൂപത്തിൽ എനിക്ക് ഞാൻ ഷെയർ പോലെ ഒരു സാധനം എൻ്റെ കച്ചവടത്തിൻ്റെ ഷെയറിലേക്ക് ഞാനും കൂട്ടാം. ഷെയർ എന്ന് പറയുമ്പോൾ കുറേ ഷർത്തുകൾ പാലിക്കണം, മനസ്സിലായില്ലേ? ഇസ്ലാമിൽ ഷെയർ കച്ചവടം അനുവദനീയമാണ്. അങ്ങനെ ഷെയറായിട്ട് ശരീക്കത്തായിട്ട് കച്ചവടം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ വിട്ടിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾക്ക് ഒരു കച്ചവടം വികസിപ്പിക്കാൻ വേണ്ടി ഒരു 10 ലക്ഷം റുപ്യ കിട്ടണം. അപ്പോൾ അയാൾ പറയാം, നീ കച്ചവടത്തിൽ 10 ലക്ഷം ഇട്ടോ, അപ്പോൾ എന്താണ്, എല്ലാ മാസവും ഞാൻ നിനക്ക് 10,000 റുപ്യ വെച്ച് തരും, കച്ചവടത്തിനല്ല കൃത്യമായിട്ട് 10,000 തരും. ആ 10,000 കൊണ്ട് തന്ന് എന്ത് ചെയ്യും, ഒരു കൊല്ലം കൊണ്ട് കഴിയും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും നീ തന്ന 10 ലക്ഷം ഉണ്ടല്ലോ അത് ഞാൻ തിരിച്ചു തരും, ആ തിരിച്ചു തരുന്നവരെ നിനക്ക് 10,000 കിട്ടും. അങ്ങനത്തെ ഒരു ഷെയർ. അതെന്ത് ഷെയറാ? സംഗതി ഇപ്പം 10 ലക്ഷം കടം വാങ്ങിയതാ, മാസം തോറും 5,000 റുപ്യ 10,000 റുപ്യ പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവന് പൈസ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ആ 10 ലക്ഷം തിരിച്ചു കൊടുത്ത ഇടപാട് നിർത്തും. അവന് കച്ചവടത്തിലും കൂട്ടിയിട്ടില്ല, അതിൻ്റെ ലാഭനഷ്ടങ്ങൾ തുല്യമായി വീതിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാപകമായി നടക്കുന്ന ഒരു ഏർപ്പാടല്ലേ അല്ലേ? അതിനാണ് അറബിയിൽ ഈനത്ത് എന്ന് പറയാം. തന്ത്രപരമായി പലിശ കൈവശപ്പെടുത്തുക. ഇത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത കാലഘട്ടത്തിൽ വേറൊരു തോന്നിയാസം ഉണ്ടായിരുന്നു. വലിയ വലിയ മുതലാളിമാർ 500 റുപ്യ നോട്ട് ഇറങ്ങിയ കാലത്ത്, അന്ന് 1000 ഒന്നുമില്ല, അന്ന് ചില ഹാജിമാരെന്ത് ചെയ്യും, 500ന്റെ തോണി ഉണ്ടാക്കിയിട്ട് തോണി വാടക കൊടുക്കും. 500 റുപ്യൻ്റെ ഒരു 10 തോണി, അന്ന് അത് മതി. അന്ന് 4,000 റുപ്യ 5,000 റുപ്യൻ്റെ വലിയ ബിസിനസ് നടത്തും, ഒരു വീടുണ്ടാക്കും ആൾക്കാർ. അപ്പോൾ അത് കടം കിട്ടാൻ എന്ത് ചെയ്യും, 5 തോണി വാടക എത്രയാ മാസത്തിൽ? ഇപ്പം കടലാസ് തോണിയാണ് കൊടുക്കുന്നത്, നോട്ടിൻ്റെ തോണി, മനസ്സിലായത്? എന്നിട്ട് ആ തോണി വാടക കൊടുത്തിട്ട്, ആ തോണി കൊടുത്തിട്ട് അതിൻ്റെ വാടക എന്ത് ചെയ്യണം, കൊടുക്കണം. ഈ തോണി അവനെ അയച്ചിട്ട് എന്ത് ചെയ്യും, അവനവൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കും. ഈ ജാതി ഇതൊക്കെ മുസ്ലിയാക്കന്മാർ വളഞ്ഞ വസ്തു പറഞ്ഞെടുത്തിട്ടുണ്ട്. വെറുതെ അവൻ്റെ ബുദ്ധിയിൽ ഉണ്ടായതല്ല, മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുത്താൽ അവിടുന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. വാടകയാകുമ്പോൾ എന്തില്ല, അത് വാടകയല്ലേ, വാടക ഹലാലാണല്ലോ, പലിശ വാങ്ങാനല്ലേ കുറ്റമുള്ളൂ എന്ന് പറഞ്ഞ് പൈസ കൊണ്ട് തന്നെ തോണി ഉണ്ടാക്കി തോണി വാടക കൊടുക്കുക. അത് അങ്ങനത്തെ വിവരക്കെടുന്ന് അങ്ങനെ പ്രത്യക്ഷമായിട്ട് ചെയ്യില്ല. പക്ഷെ അതിൻ്റെ മറ്റു രൂപങ്ങളാണ്. പിന്നെ നടക്കുന്നത് കുറി, പലിശക്കുറി. ഗൾഫിലൊക്കെ ഏറ്റവും കൂടുതലുള്ള ഏർപ്പാടാണെന്ത്, കുറി നടത്തും. കുറി ഇസ്ലാമിൽ ഹറാമൊന്നുമല്ല, നടത്താവുന്നതാണ്. പക്ഷേ കുറി നടത്തുന്ന ആൾക്ക് നിങ്ങൾ അതിൻ്റെ ഒരു ഓഹരി കൊടുത്തിരിക്കണം. ആ ഓഹരി എന്താണ്, അയാൾക്കൊരു 10 ലക്ഷം റുപ്യ 5 ലക്ഷം റുപ്യൻ്റെ ആവശ്യമുണ്ട്, അതിനാണ് അയാൾ ആ കുറി നടത്തിയത്. അതിനുവേണ്ടി അയാൾ സഹിക്കാൻ തയ്യാറാകുകയാണ്. ഒരു കുറിൻ്റെ പൈസ നടത്തുന്ന ആൾ എന്ത് ചെയ്യാണ്, മറ്റുള്ളവർ കൊടുക്കുകയാണ്. അതായത് മറ്റുള്ള ആൾ, പലിശക്കുറി എന്ന് പറയും. ഒരാൾ അതിൻ്റെ പണം കൊണ്ട് പണം ഉണ്ടാക്കുന്നു, അത് ഐനത്തിലാണ് പെടുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഐനത്ത് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, പലിശ ആണ് ശരിക്ക് പരിശോധിച്ചാൽ. പ്രത്യക്ഷത്തിൽ പലിശയാണ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ അവകാശമില്ലാതെ തെറ്റായ മാർഗങ്ങളുടെ ഇൻഷുറൻസ് ഒക്കെ അതിൽ പെട്ടാണ്. ഇൻഷുറൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾ അന്യായമായി സാധാരണക്കാരൻ്റെ പൈസ കയ്യിലാക്കാനുണ്ടാക്കുന്ന ഏർപ്പാടാണ്. ആരോഗ്യ ഇൻഷുറൻസ്, വിദ്യാഭ്യാസ ഇൻഷുറൻസ്, വീടുണ്ടാക്കുന്ന ഇങ്ങനെ പറയണ്ടല്ലോ, അങ്ങനെയുള്ള ഇൻഷുറൻസ്. അതൊക്കെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾക്ക് ഒരിക്കൽ നമുക്ക് തിരിച്ചു തരാത്ത കുറച്ച് പൈസ കൈവശപ്പെടുത്തണം, അതിനുവേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഏർപ്പാട്. ഇത് മുസ്ലിങ്ങൾ തന്നെ പലതും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ രഹസ്യ പലിശ സമ്പ്രദായം നിങ്ങൾ സ്വീകരിക്കരുത്. അങ്ങനത്തെ ഒരു വെറും തിന്മയാണത്. അത് വന്നാൽ നിങ്ങളിൽ അപമാനം വന്നിറങ്ങും. സല്ലക്കല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസിഉഹു അൻകും ഹത്താ തർജിഉ ഇലാ ദീനിക്കും. നിങ്ങൾ ദീനിലേക്ക് മടങ്ങാതെ നിങ്ങൾക്കതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുവരെ അള്ളാഹു നിങ്ങളെ, ഈ അപമാനം നിങ്ങളിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം.